ഫറോക്ക് നഗരസഭയിൽ UDFന് തലവേദനയായി സമീപകാലത്ത് LDF വിട്ട് UDFിലെത്തിയ കൌൺസിലർ സനൂപിയ നിയാസ്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് 12ാം ഡിവിഷനിൽ ലീഗ് പിന്തുണയോടെയാണ് സനൂപിയ മത്സരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനും സ്ഥാനാർത്ഥിയുണ്ട്. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫറോക്ക് നഗരസഭയിലെ 12ാം വാർഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ സനൂപിയ നിയാസിന്റെ മുൻ കൗൺസിലറാണ് അവർ. അവരുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. ഇത്തവണ UDF സ്ഥാനാർത്ഥിയാണോ, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ? ഒന്നുമല്ല, ഞാനിവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. താങ്കൾ കഴിഞ്ഞ ടൈമിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ടാണ്? അല്ല, കഴിഞ്ഞ തവണ ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, കൗൺസിലറായിട്ടാണ് വന്നിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഞാൻ മാറി മുസ്ലിം ലീഗിലേക്ക് വന്നിട്ടുള്ള ഒരു കൗൺസിലറാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ അങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനം എടുക്കാനുള്ള കാരണം? പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ഈ 12ാം ഡിവിഷനിലെ വാർഡ് കമ്മിറ്റി, ലീഗിൻ്റെ കമ്മിറ്റി എന്നോട് ഈ വാർഡിൽ സ്വതന്ത്രയായി മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ ഉദ്ദേശിച്ചത്. കൂടാതെ ഒരുപാട് പരിചയസമ്പത്തുള്ള വർഷങ്ങളായിട്ട് പരിചയസമ്പത്തുള്ള നമ്മുടെ അണികളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ മുൻപുണ്ടായിരുന്ന കൗൺസിലറോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളവരാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ ഇവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് നാളെ വൈകുന്നേരത്തിന് മുൻപും പത്രിക പിൻവലിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ നിങ്ങളുമായിട്ട്, മുതിർന്ന നേതാക്കളുടെയൊക്കെ? ചർച്ചകൾ അവർ നടക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും പിന്മാറാൻ തയ്യാറല്ല. ഇപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലേ? സജീവമായിട്ട് ചെറുപ്പം മുതലേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു ആശയം മാത്രം കൊണ്ടുനടന്ന് മുഴുവൻ ആളുകളും നമ്മളെ പഴയ കാലം മുതലേ മുസ്ലിം ലീഗ് വിട്ടിട്ട് ഒരു ആശയവും ഇല്ല. എന്തുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ കഴിയാതിരുന്നത്? അത് ഒരു പക്ഷേ നമ്മുടെ UDF നേതൃത്വത്തിന് വന്ന ഒരു വീഴ്ചയാണ്, അവരടുത്ത് വന്ന ഒരു വീഴ്ചയാണ്. ഇതുവരെ ഒരു ചർച്ചക്കും ഫറോക്ക് മുനിസിപ്പൽ UDF കമ്മിറ്റി മേൽക്കമ്മിറ്റികൾ ആരും സമീപിച്ചിട്ടില്ല. നമ്മൾ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നോമിനേഷൻ പിൻവലിക്കുന്ന പ്രവണത ഇല്ല, മുന്നോട്ട് പോകും, ജയിക്കും 100%. അതിനുശേഷം എന്തായിരിക്കും തീരുമാനം? അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനമാണ്. തീർച്ചയായിട്ടും എടുക്കും അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന പിന്തുണയല്ല. അവരിപ്പോ ഇവിടെ പ്രചരണത്തിന് വരുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൽ ഒരുപാട് ആളുകൾ അവർക്ക് പിന്തുണയായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും വലിയ വിജയ പ്രതീക്ഷയുണ്ട്, വിജയ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും UDFന് നമുക്കറിയാം, ജില്ലയിൽ കുന്നമംഗലം പോലെയുള്ള മേഖലയിലൊക്കെ വിമത ശല്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫറോക്കിലും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നാളെ വൈകുന്നേരത്തിന് മുൻപ് പരമാവധി ഈ വിമതരെ കൊണ്ട് അനുനയിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ശക്തമായിട്ട് തന്നെ മത്സര രംഗത്തുണ്ടാകുമെന്നാണ് 12ാം വാർഡിലെ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നത്. അനൂപ് എസ് നായർക്കൊപ്പം ഫറോക്കിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.